ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ടൈപ്പ് ഓഫ് ഗുഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ടൈപ്പ് ഓഫ് ഗുഡ്സ്. Goods can be classified into different types based on various economic and market characteristics. അതായത് ഈ രണ്ട് സവിശേഷതകൾക്ക് അനുസരിച്ച് എക്കണോമിക് ആയിട്ടുള്ളതും മാർക്കറ്റ് പരമായിട്ടുള്ളതും അത് എങ്ങനെ വിൽക്കുന്നു എന്നുള്ള ആ ഒരു രണ്ട് സവിശേഷതകൾക്ക് അനുസരിച്ച് ഈ ഗുഡ്സിനെ നമുക്ക് പല ടൈപ്പുകളായിട്ട് തിരിക്കാം. നമുക്ക് ആദ്യം മെയിൻ ടൈപ്സ് ഓഫ് ഗുഡ്സ് പരിചയപ്പെടാം. അത് ആദ്യത്തേത് ബേസ്ഡ് ഓൺ കൺസംഷൻ ആൻഡ് റൈവൽറി. അതായത് ആൾക്കാർ അത് മേടിക്കുന്നതിനനുസരിച്ചും എത്ര ആൾക്കാർ അത് മേടിക്കാൻ മത്സരിക്കുന്നു ആ റൈവൽറിക്ക് അനുസരിച്ചും ആണ് ആദ്യത്തെ ഡിവിഷൻ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തത് പ്രൈവറ്റ് ഗുഡ്സ് ആണ്. ഓക്കെ, ദീസ് ആർ എക്സ്ക്ലൂഡബിൾ ആൻഡ് റൈവൽറസ്. അതായത് ഇത് എക്സ്ക്ലൂഡബിൾ ആണ്, അതായത് ആരാണോ പണം മുടക്കുന്നത് അവർക്ക് മാത്രം മേടിക്കാം, പണം മുടക്കാത്തവരെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു, അവർക്ക് മേടിക്കാൻ പറ്റത്തില്ല, അതാണ് ഉദ്ദേശിച്ചത്. ആൻഡ് റൈവൽറസ്, അതിന് സെയിം തന്നെ മീനിങ് തന്നെയാണ് ഈ റൈവൽറസിന് വരുന്നത്. അപ്പോൾ ഈ പ്രൈവറ്റ് ഗുഡിനാണെങ്കിൽ അത് പ്രത്യേകത ഉള്ളത്, മീനിങ് ദാറ്റ് കൺസപ്ഷൻ ബൈ വൺ പേഴ്സൺ പ്രിവെന്റ്സ് അതേഴ്സ് ഫ്രം കൺസ്യൂമിങ് ദം. ഒരു ആൾ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാൾക്ക് അത് മേടിക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഗുഡ്സ്. എക്സാമ്പിൾ ഫുഡ്, ക്ലോത്തിങ്, കാറ്, ഇതൊക്കെ ഒരാൾ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ആൾക്ക് ഉപയോഗിക്കാൻ കഴിയത്തില്ല. ഓക്കെ, അപ്പം അത് അയാൾക്ക് സ്വന്തമാണത്. അപ്പം ഇങ്ങനെയുള്ള ഗുഡ്സിനാണ് പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് പബ്ലിക് ഗുഡ്സ് ആണ്. പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത് ദീസ് ആർ നോൺ എക്സ്ക്ലൂഡബിൾ ആൻഡ് നോൺ റൈവൽറസ്. നേരത്തെ പ്രൈവറ്റ് ഗുഡിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് നമുക്ക് ഇത് ഉപയോഗിക്കുന്നതെന്ന് ആരെയും ഒഴിവാക്കി നിർത്താൻ പറ്റത്തില്ല, അതിന് ഈ മത്സരിച്ച് മേടിക്കാനുള്ള ആളുമില്ല. മീനിങ് ദേ ക്യാൻ ബി കൺസ്യൂംഡ് ബൈ മൾട്ടിപ്പിൾ പീപ്പിൾ സൈമിൾട്ടേനിയസ്ലി. ഒരേ സമയം ഒരുപാട് ആൾക്കാർക്ക് മേടിക്കാൻ കഴിയുന്ന ടൈപ്പ് ഗുഡാണ് ഈ പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത്. വിത്തൗട്ട് റെഡ്യൂസിങ് ദെയർ അവൈലബിലിറ്റി. അത് ഉപയോഗിക്കും തോറും ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മറ്റൊരാളുടെ അവൈലബിലിറ്റിക്ക് അത് കുഴപ്പമൊന്നും വരുന്നില്ല, മറ്റേ ആൾക്ക് ഉപയോഗിക്കാം. ഉദാഹരണം സ്ട്രീറ്റ് ലൈറ്റ്, നാഷണൽ ഡിഫൻസ്. ഓക്കെ, ഇതൊക്കെ പബ്ലിക് ഗുഡ്സ് ആണ്. സ്ട്രീറ്റ് ലൈറ്റിന്റെ കീഴിൽ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് മറ്റൊരാൾ ഇരിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഗുഡ്സ് ആണ് ഈ പബ്ലിക് ഗുഡ്സിൽ വരുന്നത്. അടുത്തത് കോമൺ ഗുഡ്സ് ആണ്. കോമൺ ഗുഡ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കോമൺ പൂൾഡ് റിസോഴ്സസ് ആണ്. അതായത് ഒരു ജലാശയത്തിലെ റിസോഴ്സസ്. ദീസ് ആർ നോൺ എക്സ്ക്ലൂഡബിൾ. അത് നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. അതായത് ആ ജലാശയത്തിലെ വിഭവങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് മറ്റൊരാളെ നമുക്ക് തടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ബട്ട് റൈവൽറസ്, അവിടെ റൈവൽറി ഉണ്ട്, കൂടുതൽ എടുക്കുന്ന ആളാണോ, അപ്പൊ അങ്ങനെ ഒരു മത്സരമുണ്ട് ആ റിസോഴ്സ് ഉപയോഗിക്കുന്നതിൽ. മീനിങ് എനിവൺ ക്യാൻ ആക്സസ് ദം, എല്ലാവർക്കും അത് ആക്സസ് ചെയ്യാം. പക്ഷേ എക്സസീവ് യൂസ് ക്യാൻ ഡിപ്ലീറ്റ് ദം. അമിതമായിട്ട് ആ തടാകത്തിലെ റിസോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ തടാകത്തിലെ റിസോഴ്സ് ഡിപ്ലീറ്റ് ആയിപ്പോൾ അതിന് ശോഷണം സംഭവിക്കും. എക്സാമ്പിൾ ഫിഷറീസ്, ഫോറസ്റ്റ്, ക്ലീൻ എയർ. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്, കോമൺ ഗുഡ്സ് ആണ്. അപ്പൊ ഇതൊക്കെ ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ കൂടുതലായിട്ട് വനനശീകരണം നടത്തിയാലോ അല്ലെന്നുണ്ടെങ്കിൽ ക്ലീൻ എയർ പൊല്യൂട്ട് ചെയ്താലോ അല്ലെന്നുണ്ടെങ്കിൽ ഫിഷറീസ് കൂടുതൽ മീൻ അമിതമായിട്ട് പിടിച്ചു കഴിഞ്ഞാലോ എന്ത് സംഭവിക്കാം, റിസോഴ്സ് ഡിപ്ലീറ്റ് ആയി പോകും. അടുത്ത ക്ലബ് ഗുഡ്സ് ആണ്. ക്ലബ് ഗുഡ്സിനെ ക്വാസി പബ്ലിക് ഗുഡ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ദീസ് ആർ എക്സ്ക്ലൂഡബിൾ. അതായത് ഇത് മേടിക്കുന്നതിന് പണം പേ ചെയ്യാത്തവരെ ഒഴിവാക്കി നിർത്താം. ബട്ട് നോൺ റൈവൽറസ്, അതായത് അതിന് എതിരാളികളില്ല. ഓക്കെ, അതായത് മീനിങ് ദേ റിക്വയർ പേയ്മെന്റ് ടു ആക്സസ്. അത് മേടിക്കുന്നതിന് പേയ്മെന്റ്, അതായത് പണം മുടക്കണം. ബട്ട് ക്യാൻ ബി കൺസ്യൂംഡ് ബൈ മൾട്ടിപ്പിൾ പീപ്പിൾ വിത്തൗട്ട് ഡിപ്ലീഷൻ. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഉപയോഗിക്കാം, അതിന് ശോഷണമൊന്നും സംഭവിക്കത്തില്ല. എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സ്, ടോൾ റോഡ് മികച്ച ഉദാഹരണമാണ്. അത് ടോൾ അടച്ചില്ലെന്നുണ്ടെങ്കിൽ ആ റോഡിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അത് എത്ര പേര് ആ റോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ഡിപ്ലീഷൻ സംഭവിക്കുന്നില്ല. അടുത്തത് ബേസ്ഡ് ഓൺ ഡിമാൻഡ് ആൻഡ് ഇൻകം റിലേഷൻഷിപ്പ്. അതായത് ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചും ഇൻകം റിലേഷൻഷിപ്പ്, ആൾക്കാരുടെ കയ്യിലുണ്ടാവുന്ന വരുമാനത്തിനനുസരിച്ച് അതിനുള്ള ഡിമാൻഡ് മാറുന്നോ ഇല്ല എന്നുള്ള ഈ രണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതായത് അതിൽ ഒന്നാമത്തത് നോർമൽ ഗുഡ്സ് ആണ്. ഇതെന്ന് പറയുന്നത് ഡിമാൻഡ് ഇൻക്രീസസ് ആസ് ഇൻകം ഇൻക്രീസസ്. അതായത് ആൾക്കാരുടെ വരുമാനം കൂടുമ്പോഴത്തേക്ക് ഇതിനുള്ള ഡിമാൻഡ് കൂടുകയാണ്. എക്സാമ്പിൾ ബ്രാൻഡഡ് ക്ലോത്ത്സ്, ഇലക്ട്രോണിക്സ്, ഇതൊക്കെ നോർമൽ ഗുഡ്സ് ആണ്. അടുത്തത് ഇൻഫീരിയർ ഗുഡ്സ് ആണ്. ഓക്കെ, അതിന്റെ പേര് തന്നെയുണ്ട് ഇൻഫീരിയർ ആയിട്ടുള്ള. അതായത് ഡിമാൻഡ് ഡിക്രീസസ് ആസ് ഇൻകം ഇൻക്രീസസ്. അതായത് ഇൻകം കൂടുമ്പോഴത്തേക്ക്, വരുമാനം കൂടുമ്പോഴത്തേക്ക് അതിനുള്ള ഡിമാൻഡ് കുറയുന്ന ഗുഡ്സ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ പ്രിഫറൻസിനനുസരിച്ചിരിക്കും, ആൾക്കാരുടെ ഒരു കൺസ്യൂമേഴ്സിനനുസരിച്ച് അത് ചേഞ്ച് ആവും. അതായത് ആസ് പീപ്പിൾ സ്വിച്ച് ടു ബെറ്റർ ആൾട്ടർനേറ്റീവ്, അതാണ് ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ആൾക്കാരുടെ വരുമാനം കൂടുമ്പോഴത്തേക്ക് അത് ഉപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെ നല്ല ഒരു ആൾട്ടർനേറ്റീവ്, പകരം മറ്റൊരു ഗുഡിലേക്ക് ആൾക്കാർ മേടിക്കാൻ പ്രിഫർ ചെയ്യും. അതാണ് ഇത് ഇൻഫീരിയർ ഗുഡിന്റെ പ്രത്യേകത. ഓക്കെ, എക്സാമ്പിൾ ഇൻസ്റ്റന്റ് നൂഡിൽസ്. ചിലർക്കാണ് ഇൻസ്റ്റന്റ് നൂഡിൽസ് മാറിയിട്ട് അതിൽ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഗുഡ്സ് മേടിക്കും. അപ്പോഴത്തേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആൾക്കാരുടെ കയ്യിൽ പണം വരുമ്പോഴത്തേക്ക്, ഇൻകം ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ മാറ്റിയിട്ട് അവരെന്ത് ചെയ്യും, പ്രൈവറ്റ് ആയിട്ടുള്ള വെഹിക്കിൾ, കാറൊക്കെ മേടിക്കും. ഓക്കെ, അത് ചില കൺസ്യൂമേഴ്സിനാണ്. അപ്പം ഇത് കൺസ്യൂമേഴ്സിനെ ആശ്രയിച്ചാണ് ഈ ഇൻഫീരിയർ ഗുഡ് ചേഞ്ച് ആവുന്നത്. അടുത്ത ലക്ഷറി ഗുഡ്സ് ഉണ്ട്. ലക്ഷറി ഗുഡ്സ് എന്ന് പറയുന്നത് ഇപ്പം ഹൈ എൻഡ് കാർസ്, ഡിസൈനർ ബാഗ്സ്, ഇപ്പം ലക്ഷറിയസ് ആയിട്ടുള്ള ഗുഡ്സ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഓഫ് നോർമൽ ഗുഡ് ആണ്. ഇതൊരു നോർമൽ ഗുഡ് ആണ് വേർ ഡിമാൻഡ് റൈസസ് മോർ ദാൻ പ്രൊപ്പോർഷണലി വിത്ത് ഇൻകം. ഓക്കെ, അതായത്
ഇൻകം റൈസ് ആവുന്നതിനെക്കാട്ടിലും എന്ത് റൈസ് ആവും, ഡിമാൻഡ് കൂടും. ഓക്കെ, ഇൻകം കുറച്ച് കൂടി കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും കൂടുതലായിട്ടാണ് ഇതിന്റെ ഡിമാൻഡ് കൂടുന്നത്. ഓക്കെ, അതായത് അതൊക്കെയാണ് ഈ ഡിസൈനർ ബാഗ്, ഹൈ എൻഡ് കാർസിന്റെ ഒക്കെ പ്രത്യേകത. കുറച്ച് ഇൻകം വർദ്ധിച്ചു എന്ന് വെച്ചാൽ അതിനെക്കാട്ടിലും ഡിമാൻഡ് കൂടുന്ന ഗുഡ്സ് ആണ് ഇതൊക്കെ. അടുത്ത ഗിഫൺ ഗുഡ്സ് ഉണ്ട്. അതായത് ഇതൊരു റയർ ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ് ആണ്. നേരത്തെ ഇൻഫീരിയർ ഗുഡിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇതൊരു റയർ ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ് ആണ്, വേർ ഡിമാൻഡ് ഇൻക്രീസസ് ആസ് പ്രൈസ് ഇൻക്രീസസ്. അതായത് അതിന്റെ വില കൂടുമ്പോഴത്തേക്ക് ഡിമാൻഡും കൂടുന്ന ഒരു ടൈപ്പ് ഗുഡ്, അതൊരു പ്രത്യേക ടൈപ്പ് ഗുഡ് അല്ലേ. അതായത് ഡ്യൂ ടു ലാക്ക് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അതിന്റെ കാരണം എന്ന് പറയുന്നത് മറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. അത് എക്സാമ്പിൾ സ്റ്റേപ്പിൾ ഫുഡ്സ് ലൈക്ക് റൈസ് ഇൻ എക്സ്ട്രീം പോവർട്ടി. എക്സ്ട്രീം പോവർട്ടിയിൽ ആൾക്കാരുടെ സ്റ്റേപ്പിൾ ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് റൈസ് ആണ്. അപ്പോഴത്തേക്ക് അവർക്ക് വേറെ ആൾട്ടർനേറ്റീവ് ഇല്ലാത്തത് കൊണ്ട് വില കൂടുമ്പോഴത്തേക്ക് അതിനുള്ള ഡിമാൻഡും കൂടുന്നു. അടുത്ത വെബ്ലൻ ഗുഡ്സ് ഉണ്ട്. ഈ വെബ്ലൻ ഗുഡ്സ് എന്ന് പറയുന്നത് ഗുഡ്സ് വെയർ ഡിമാൻഡ് ഇൻക്രീസസ് വിത്ത് പ്രൈസ്. അതായത് പിന്നെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡും കൂടുന്നുണ്ട്. ബിക്കോസ് ദേ സെർവ് ആസ് എ സ്റ്റാറ്റസ് സിമ്പിൾ. അത് എന്തുകൊണ്ടാണ്, അത് സ്കേഴ്സ് ആയതുകൊണ്ടല്ല, അതൊരു സ്റ്റാറ്റസ് സിമ്പിൾ ആയതുകൊണ്ട്. അതാണ് ഈ വെബ്ലൻ ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ റോളക്സ് വാച്ചസ്, ലക്ഷറി ഹാൻഡ് ബാഗ്സ് ഒക്കെ ഇത് വില കൂടുന്നതിനനുസരിച്ച് സ്റ്റാറ്റസ് സിമ്പിൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ അത് മേടിക്കുന്നു, അതിന്റെ ഡിമാൻഡ് കൂടുന്നു. അടുത്തത് ബേസ്ഡ് ഓൺ ടാഞ്ചിബിലിറ്റി ആണ്. അതിൽ നമുക്ക് സ്പർശിക്കാവുന്നതിന്റെ ആ ഒരു പ്രത്യേകത അനുസരിച്ച്. ഇപ്പൊ ടാഞ്ചിബിൾ ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്പർശിക്കാവുന്ന ഗുഡ്സുകൾ, ഫിസിക്കൽ ഐറ്റംസ് ദാറ്റ് ക്യാൻ ബി ടച്ച്ഡ് ആൻഡ് സ്റ്റോർഡ്. ടച്ച് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും പറ്റുന്നത്. എക്സാമ്പിൾ സ്മാർട്ട് ഫോൺസ്, ഫർണിച്ചർ. അടുത്ത ഇൻടാഞ്ചിബിൾ ഗുഡ്സ് ഏതൊക്കെയാണ്? നോൺ ഫിസിക്കൽ ഗുഡ്സ് ദാറ്റ് പ്രൊവൈഡ് വാല്യൂ. അത് വാല്യൂ ഉള്ള ഫിസിക്കൽ അല്ലാത്ത ഗുഡ്സ്, എന്നാൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതായത് സോഫ്റ്റ്വെയർ, പാറ്റേൺസ്, ഡിജിറ്റൽ മീഡിയ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ ഒരു ലാപ്ടോപ്പ് മേടിച്ചു കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ശൂന്യമാണ്, അതിൽ സോഫ്റ്റ്വെയർ ഇല്ലെന്നുണ്ടെങ്കിൽ. ആ സോഫ്റ്റ്വെയർ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം, എന്നാൽ ആ സോഫ്റ്റ്വെയർ നമുക്ക് തൊടാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ ഒരു സി ഡിയുടെ രൂപത്തിലായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു പെൻ ഡ്രൈവിന്റെ രൂപത്തിലായിരിക്കും. പെൻ ഡ്രൈവ് തൊടാൻ പറ്റും, സി ഡി തൊടാൻ പറ്റും, പക്ഷേ അതിനുള്ളിൽ ആ സോഫ്റ്റ്വെയർ എന്നുള്ള കാര്യം തൊടാൻ പറ്റത്തില്ല. അതാണ് ഇൻടാഞ്ചിബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. അടുത്ത യൂസേജിനനുസരിച്ച്, ബേസ്ഡ് ഓൺ യൂസേജ്. അതിൽ ആദ്യത്തേത് കൺസ്യൂമർ ഗുഡ്സ് ആണ്. അത് ഇന്റൻഡഡ് ഫോർ ഡയറക്റ്റ് കൺസംഷൻ ബൈ ഇൻഡിവിജ്വൽസ്. അതായത് നേരിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഉപയോഗിക്കുന്നതിന് വേണ്ടി കൺസ്യൂമർ മേടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പറയാം, ഗ്രോസറീസ്, സ്മാർട്ട് ഫോൺസ്, AC, ഫ്രിഡ്ജ്, TV, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൺസ്യൂമർ ഗുഡ്സ് ആണ്. അതായത് അവർ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞ മറ്റൊരു വിഭാഗമുണ്ട്. അതായത് ലോങ് ലാസ്റ്റിംഗ് കൺസ്യൂമർ ഗുഡ്സ് ആണ്. ഇപ്പൊ കാറ്, റെഫ്രിജറേറ്റർ, TV, ഇപ്പൊ ഇതൊക്കെ ഡ്യൂറബിൾ ഗുഡ്സ് ആണ്, ഒരുപാട് കാലം നിലനിൽക്കുന്നതാണ് ഈ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. അടുത്ത നോൺ ഡ്യൂറബിൾ ഗുഡ്സ് ഉണ്ട്. അത് കൺസ്യൂംഡ് ക്വിക്ലി, പെട്ടെന്ന് നമുക്ക് ഉപയോഗിച്ച് തീർക്കാൻ പറ്റുന്ന രീതിയിൽ. അത് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റാത്ത, ഒരുപാട് കാലം വെക്കാൻ പറ്റാത്ത ഗുഡ്സ്, നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. അത് ഫുഡ്, ബെവറേജസ്, ഇതൊക്കെ നോൺ ഡ്യൂറബിൾ ആയിട്ടുള്ള ഗുഡ്സുകളാണ്, നമുക്കറിയാവുന്നതാണ്. അത് സർവീസസ്. അത് സർവീസസ് ടെക്നിക്കലി ഒരു ഗുഡായിട്ടാണ് പറയുന്നത്. ഇപ്പം നോൺ ടാഞ്ചിബിൾ ഗുഡ്സ് പ്രൊവൈഡിങ് വാല്യൂ. അതായത് നമുക്ക് ഒരു ഹെൽത്ത് കെയർ, ഒരു ഡോക്ടർ നമ്മളെ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹം നമുക്കൊരു സർവീസ് തരികയാണ്. പിന്നെ എഡ്യൂക്കേഷൻ, ഇതൊക്കെ നമുക്ക് സർവീസുകളാണ്. ഇതൊക്കെ എന്താണ്, ഗുഡ് അല്ല, സാധനമായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, ഇതൊക്കെ സർവീസുകളാണ്. അപ്പോൾ ഇത് ടെക്നിക്കലി ഇതൊരു എന്താണ്, ഒരു ഗുഡാണ്. അടുത്തത് ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് വെച്ചാൽ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് അതർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ ഗുഡ് ഉപയോഗിച്ചിട്ട് മറ്റ് സാധനങ്ങളും സേവനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആണ് ക്യാപിറ്റൽ ഗുഡ്സ്. ഇപ്പം മെഷീനറി, ടൂള്, ഇതൊക്കെ ഇതുപയോഗിച്ചിട്ട് മറ്റ് സാധനങ്ങളോ സേവനങ്ങളോ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഗുഡ്സ് ആണ്. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.